അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സീദി റസൂലില്ലാഹ്. പുണ്യ ശവ്വാലിലെ ഒരു മനോഹരമായ തിങ്കളാഴ്ച രാവും പകലും ഒക്കെ കടന്നു വരികയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജനിപ്പിക്കാൻ അള്ളാഹു തിരഞ്ഞെടുത്ത മനോഹരമായൊരു ദിവസം. നമുക്ക് ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാനായ ഖുതുബുൽ ആലം CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകളുടെ അല്പം മദ്ഹ് ചൊല്ലിയിട്ട് നമ്മൾ ഓതിത്തീർത്ത ആയിരക്കണക്കിന് ഫാത്തിഹകൾ ഹദിയ ചെയ്ത് അള്ളാഹുവിലേക്ക് കൈ ഉയർത്തി ദുആ ചെയ്യണം. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ദിക്റുൽ അംബിയാഇ ഇബാദ വ ദിക്റുസ് സ്വാലിഹീന കഫാറ. അള്ളാഹിൻ്റെ അമ്പിയാക്കളെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ആരാധനയാണ്. അള്ളാഹിൻ്റെ സ്വാലിഹീങ്ങളെ സ്മരിക്കൽ പാപം പൊറുപ്പിക്കുന്ന, നമ്മുടെ പാപങ്ങൾക്കൊക്കെ പരിഹാരമേകുന്ന അതിമനോഹരമായ ഒരു സംഗതിയാണ്. അള്ളാഹിൻ്റെ ഔലിയാക്കൾ അലാ ബിദിക്രില്ലാഹ് അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്ക് പേടിയില്ല, അവർക്ക് ടെൻഷനില്ല. കാരണം അവർ അള്ളാഹിൻ്റെ ആളുകളാണ്. അവർ കൽബിൻ്റെ കണ്ണുകൊണ്ട് അള്ളാഹിനെ ആസ്വദിച്ചവരാണ്. ആ ഔലിയാക്കളെ ചേർത്ത് പിടിച്ചാൽ നമുക്കും പോകാം അള്ളാഹുവിങ്കലേക്ക്. ഔലിയാക്കളില്ലാതെ പടച്ചോനിലേക്ക് എത്താൻ പറ്റുമെന്നുള്ളൊരു പ്രത്യാശ വേണ്ട കേട്ടോ. അള്ളാഹിൻ്റെ ഔലിയാക്കളിലൂടെ മുത്തുനബിയിലെത്തണം. മുത്തുനബിയിൽ നിന്ന് അള്ളാഹുവിലേക്ക് യാത്ര ചെയ്യണം. ഈ ഒരു കൃത്യമായ റൂട്ടിലൂടെ അല്ലാതെ പടച്ചോൻ നമുക്ക് കിട്ടൂല. നമ്മൾ പാടാറില്ലേ, അള്ളയെ മാത്രം കൊള്ളടോ മറ്റതെല്ലാം റോട്ടിൽ തള്ളടോ, അള്ളയുണ്ടെങ്കിലുണ്ട് സർവ്വതും ഇല്ലെങ്കിൽ ഒന്നുമില്ലടോ. അള്ള ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. അള്ളാനെ കൊള്ളാൻ പറ്റണമെങ്കിൽ അള്ളാനെ കൊള്ളിച്ചു തരുന്ന ആളുകളിലൂടെ യാത്ര ചെയ്യണം. അതാണ് അള്ളാൻ്റെ ഔലിയാക്കൽ. നമുക്ക് മഹാനായ CM വലിയുള്ളാഹിയുടെ പേരിൽ നമ്മൾ ആയിരക്കണക്കിന് ഫാത്തിഹകൾ എല്ലാവരും കൂടെ ഓതിയിട്ടുണ്ട്, ദിക്റുകൾ ചൊല്ലിയിട്ടുണ്ട്, സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്, പലരും ഇഖ്ലാസ് സൂറത്ത് ഓതിയതായി അറിയിച്ചിട്ടുണ്ട്. നമുക്കൊരു 7 ഫാത്തിഹ ഒന്ന് ഓതാം. അള്ളാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. അവിടുത്തെ ഹദ്റത്തിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവിടുത്തെ പിതാവിൻ്റെ, മാതാവിൻ്റെ, വെല്ലുപ്പയുടെ, അങ്ങനെ തുടങ്ങി എല്ലാ ഔലിയാഇൻ്റെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഒക്കെ ഹദ്റത്തിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവർക്കൊക്കെ മഹാനരായ CM വലിയുള്ളാഹിയുടെ മദദ് കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين
آمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പാരായണം ചെയ്ത സൂറത്തുൽ ഫാത്തിഹയുടെ മിസ്ൽ സവാബ് മഹാനരായ CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറ അവിടുത്തെ ഹദ്റത്തിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മൾ ഓതിയ മുഴുവൻ ഫാത്തിഹയും കൊണ്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ ആ മഹാനുഭാവൻ്റെ പൊരുത്തം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ ഏറ്റവും മഹിതമായ ഏറ്റവും ഇഷ്ടമുള്ളൊരു ദിക്റുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എനിക്ക് അല്ലാഹയല്ലാതെ ആരുമില്ല എന്നുള്ള ബോധ്യത്തിലാണ് അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയത്. വലദിക്റുല്ലാഹി അക്ബർ. ഏറ്റവും വലുത് അള്ളാഹുവിൻ്റെ ദിക്റാണ്. ഏറ്റവും വലുത് ഏതാ? അള്ളാഹിൻ്റെ ദിക്റാണ്. അത് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കിയൊക്കെ. ആ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് അല്ലേ? ആ ലാ ഇലാഹ ഇല്ലല്ലാഹയെ സ്നേഹിക്കുന്നവർക്കാണ് ആ ഔലിയാക്കളിലൂടെ അള്ളാഹുവിലേക്ക് എത്താൻ പറ്റുക. അവർക്കാണ് ഈമാനോടുകൂടെ മരിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഔലിയാക്കളെയൊക്കെ ചീത്ത പറഞ്ഞിട്ട് ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആൾക്കാരാണെന്ന് പറയണം. ഒരൊറ്റ കുഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. എന്തേ? അവന്മാർ യഥാർത്ഥ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആളുകളല്ല. എന്നാൽ അള്ളാഹിൻ്റെ ഔലിയാക്കളെ സ്നേഹിക്കുന്നവർ ഒറ്റ മമ്പുറന്തങ്ങളെ, ഒറ്റ ബദരീങ്ങളെ എന്നൊക്കെ വിളിക്കുന്ന ഉമ്മമാർ, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്നേഹിക്കുന്നവരാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞവരാ. കാരണം ആ ഔലിയാക്കളിലൂടെ പടച്ചോനിലേക്ക് എത്താൻ പറ്റും എന്ന് തിരിച്ചറിഞ്ഞവരാ. സുഖമായിട്ട് എത്രയോ വെല്ലുമ്മമാർ, എത്രയോ വെല്ലുപ്പമാർ. എൻ്റെ വാപ്പ മടവൂരുപ്പാപ്പാൻ എത്ര സ്നേഹിച്ചിരുന്നതാ. ദിനേനെ പാവം വലിയ ഇബാദത്തുള്ള ആളൊന്നുമല്ല, സാധുവായ മനുഷ്യനാണ്. പക്ഷേ ഡെയിലി ഒരു 10-50 യാസീനൊക്കെ ഓതും മടവൂരുപ്പാപ്പാടെ പേരിൽ. മരിക്കാൻ നേരത്ത് മനോഹരമായി മരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ എത്രയെത്ര മനുഷ്യന്മാർ അള്ളാഹിൻ്റെ ഔലിയാക്കളെ മുറുകെ പിടിച്ചാൽ അവരുടെ കാവൽ മരണ നേരത്തൊക്കെ ഉണ്ടാവൂലേ? അവർ ചൊല്ലിയത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. മനസ്സറിഞ്ഞൊന്ന് ചൊല്ലിക്കൊരു 33 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, لا إله إلا الله، 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 لا إله إلا الله،
ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹ്. കരുണക്കടലായ റബ്ബേ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ അടിയുറച്ച് ജീവിക്കാൻ നിന്റെ ഔലിയാക്കൾ നടന്നതുപോലെ നടക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. മഹാനായ CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറ അവിടുത്തെ തവസ്സുൽ ബൈത്ത് അല്പം നമുക്ക് ചൊല്ലാം. മനസ്സറിന് ചൊല്ലണം കേട്ടോ എല്ലാവരും. ഇനി അത് കൃത്യമായിട്ട് ചൊല്ലാൻ കഴിയാത്തവർക്ക് അതിന്റെ ജവാബ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ജവാബ് ചൊല്ല. അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. نحمدالله المجيب كل دعوات لنا لا لنا رب سواه إنه البر العلي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله ربنا صلى وسلم كل حالات على أحمد الهادي وآل والصحابي والولي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله نحن ندعو ربنا الكريم في التوسل واستغاثات بقرة عيننا مدبور ولي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله قد رجونا النصر والفتوح في أمورنا سيما في أمرنا بجاهكم مدبور ولي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله إننا نأتي إليكم للإزاحة ما بنا شدة ثم فتيا شيخنا مدبور ولي لا إله إلا الله لا إله إلا الله محمد رسول الله ليس خسران لمن أتى إليكم طالبا بل بمطلوب له قد فاز يا مدبور ولي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله كم مريض قد أتاه كامل الشفاء بكم ليس بالعلاج بل بالقول يا مدبور ولي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله كل عفريت وشيطان وجن ماردي أذهبا ونجنا يا قطبنا مدبور ولي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله كم كروبات كشفتم عن حزين تائه فاكشفا عنا الردايا شيخنا مدبور ولي لا إله
ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. മഹാനരായ മടവൂര് ശൈഖുനാന്റെ ബറക്കത്ത് കൊണ്ട് യാ റബ്ബന ഞങ്ങളുടെ മുറാദുകളെല്ലാം നീ ഹാസിലാക്കണേ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരുപാട് ആളുകൾ നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് ഹദിയ ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു റമദാനിൽ നമ്മൾ ഏറ്റെടുത്ത സംഗതിയാണത്. ഒരു പാവപ്പെട്ട ഉസ്താദിൻ്റെ കടബാധ്യതയും ഒരു പാവം സഹോദരിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യം കഴിയുന്നവരൊക്കെ നല്ല ഹദിയ ചെയ്യുക. മഹാനായ മടവൂർ ശൈഖുനാൻ്റെ നോട്ടം കിട്ടണം എന്നുള്ള നിലക്ക് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരിലേക്ക് നമ്മൾ ഹദിയ ചെയ്താൽ പടച്ചോൻ നമ്മളെ ഏറ്റെടുക്കൂലേ. അള്ളാഹിൻ്റെ ഔലിയാക്കളുടെ ബർക്കത്ത് കൊണ്ട് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ലക്ഷ്യങ്ങളെല്ലാം അള്ളാഹു പൂർത്തീകരിക്കുമാറാകട്ടെ. അത്രമേൽ മനോഹരമായ ജലാലത്തിൻ്റെ ഇസ്മ ഒന്നൊന്ന് കണ്ണടച്ചിട്ടൊരു 33 തവണ ചൊല്ലിക്ക്. അല്ലാഹു അല്ലാഹു അല്ലാഹ്. അങ്ങനെയാണ് അല്ലാഹ് 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 കൽബിൽ തട്ടിയിട്ട് അല്ലാഹു അല്ലാഹു അല്ലാഹ് 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 അല്ലാഹു അല്ലാഹു അല്ലാഹ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ പിന്നാലെ നടക്കാൻ പഠിച്ചോ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പ്രത്യേകിച്ച് തിങ്കളാഴ്ച ദിവസമാണ് രാവും പകലൊക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ചൊല്ലേണ്ടത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്ത്. അല്ലാഹ് കബൂൽ ചെയ്യട്ടെ റബ്ബുൽ ആലമീൻ. മനസ്സറിഞ്ഞ് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദത് കിട്ടണം എന്നുള്ള ബോധ്യത്തിൽ മനസ്സറിഞ്ഞൊന്ന് ചൊല്ലിക്കേ. യാ വലിയൽ ഹസനാതി യാ റഫീഅദ് ദറജാതി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം كفيرا عني ذنوبي واغفرا لسيئاتي صلى الله على محمد صلى الله عليه وسلم أنت غفار الخطايا والذنوب الموبقات صلى الله على محمد صلى الله عليه وسلم أنت ستار المساوي ومقيل العثرات صلى الله على محمد صلى الله عليه وسلم
عالم سري وأخفى مستجيب الدعوات صلى الله على محمد صلى الله عليه وسلم ربنا ارحمنا جميعا بجميع الصالحات آمين 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 يا رب العالمين. അല്ലാഹ് കരുണക്കടലായ റബ്ബ് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനോട്ടം കൊണ്ട് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ ഫാത്തിഹ ഓതിയിട്ടുണ്ട്, ദിക്റുകൾ ചൊല്ലിയിട്ടുണ്ട്, സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. എല്ലാം മഹാനായ ശൈഖുനാന്റെ ഹദ്റത്തിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അല്ലേ, അവിടുത്തെ മദദ് കൊണ്ട് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മടവൂർ വലി അള്ളാഹിന്റെ മദദ് എന്ന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. രണ്ടുപേര് ചൊല്ലിക്ക്. എല്ലാ ഗുണങ്ങൾ നേടുവാൻ, കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ, സ്വർഗത്തിൽ ഒന്നായി ചേരുവാൻ ശൈഖ് തങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാ ബലാവും ആഫത്തും ഇടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാൽ ശൈഖ് തങ്ങളെ ബറക്കത്തിനാൽ എമൈ കാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ദാഹം മൗതദ് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ശൈഖ് തങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഒരുപാട് ആളുകൾ നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് അള്ളാഹിൻ്റെ ഔലിയാക്കളുടെ പേരിൽ ഹദിയ ചെയ്തവരാണ്. പടച്ചോനെ, അവരെ നീ നിരാശപ്പെടുത്തല്ലേ അല്ലാ. പലരും ഫാത്തിഹയും ദിക്റും മറ്റ് സൂറത്തുകളൊക്കെ ഓതിത്തീർത്തത്, സ്വലാത്ത് ചൊല്ലിയത് ഒരുപാട് മുറാദുകൾ മനസ്സിൽ വെച്ചിട്ടാണ്. എല്ലാ ലക്ഷ്യങ്ങളും അള്ളാഹു പൂർത്തീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുറാഹിമായ കരുണക്കടലായ അല്ലാഹ്, ഈ സദസ്സ് നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഇതിന്റെ മിസ്ൽ സവാബ് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. നിന്റെ മുഴുവൻ അംബിയ ഔലിയാക്കളുടെയും ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് മഹാനായ ഖുത്ബുൽ ആലം സിയം വലിയുല്ലാഹിൽ മടവൂരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ മദദ് തരണേ അല്ലാഹ്, തിരുനോട്ടം നൽകണേ അല്ലാഹ്. ശൈഖുനാന്റെ ബറക്കത്ത് കൊണ്ട് ഖൽബൊന്ന് തുറക്കണേ അല്ലാഹ്. നിന്നെ കാണുന്ന കണ്ണ് നൽകണേ അല്ലാഹ്, നിന്നെ കാണുന്ന ഖൽബ് നൽകണേ അല്ലാഹ്. ഈ ഖൽബൊന്ന് തുറന്ന് നൽകണേ അല്ലാഹ്. നിന്നെ ആസ്വദിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. നിന്നെ തിരിച്ചറിയാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. നിന്റെ ഔലിയാക്കളുടെ പിന്നാലെ നടക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഓതിത്തീർത്ത ഫാത്തിഹകൾ, സ്വലാത്തുകൾ, ദിക്റുകൾ, മറ്റു സൂറകൾ എല്ലാം നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ശൈഖുനാന്റെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അതു നിമിത്തം അവരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മനസ്സിലുള്ള മുറാദുകൾ എന്താണെന്ന് നിനക്കറിയാമല്ലോ അല്ലാഹ്. എന്ത് മുറാദ് കൽബിലുണ്ടെങ്കിലും സാക്ഷാത്കരിക്കണേ അല്ലാഹ്. നീ പൂർത്തീകരിക്കണേ തമ്പുരാനെ. സ്വന്തമായൊരു വീടില്ല എന്ന സങ്കടം പറഞ്ഞവരുണ്ട്, ഹൈറായ ഭവനം നൽകണേ അല്ലാഹ്. മക്കളില്ലാതെ വേദനിക്കുന്നവരുണ്ട്, സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഗർഭിണികളുണ്ട്, സുഖപ്രസവം നൽകണേ
അല്ല. എന്തെല്ലാം വേദനകളിലൂടെ കടന്നു പോകുന്നവരുണ്ടോ എല്ലാ വേദനകൾക്കും നീ ശമനം നൽകണേ അല്ല. ഒരുപാട് അസുഖബാധിതർ ഞങ്ങളുമായി ബന്ധപ്പെട്ടവരിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരിലുണ്ട്. മാരക രോഗങ്ങൾക്ക് ശമനം നൽകണേ അല്ല. എന്ത് അസുഖമാണെങ്കിലും ശിഫയാക്കണേ അല്ല. ക്യാൻസർ, ട്യൂമർ പോലുള്ള മാരക രോഗങ്ങൾ തന്ന് പരീക്ഷിക്കല്ലേ അല്ല. കിടന്ന കിടപ്പിൽ വിസർജിക്കുന്ന അവസ്ഥയിൽ നിന്ന് കാവലേകണേ അല്ല. സ്വന്തം സന്താനങ്ങൾ പോലും അറപ്പോടെ വെറുപ്പോടെ നോക്കുന്നൊരവസ്ഥ തന്ന് നീ ഞങ്ങളെ പരീക്ഷിക്കല്ലേ തമ്പുരാനെ. കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാ, നീ തടഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല അല്ലാ. നീ കൈവെടിയല്ലേ തമ്പുരാനെ. യാ റബ്ബനാ യാ റബ്ബനാ, ഞങ്ങളാരെയും നീ തളർത്തിക്കളയല്ലേ അല്ലാ. കുടുംബങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഐക്യം നൽകണേ അല്ലാ. ഛിദ്രതകളിൽ നിന്ന് കാവലേകണേ അല്ലാ. പരസ്പര സ്നേഹവും വിശ്വാസവും നൽകണേ അല്ലാ. ഇണകളെയും മക്കളെയും നന്നാക്കണേ അല്ലാ. പൊന്നുമക്കളെ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ. ദീനിലും ദുനിയാവിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. പരീക്ഷകളിൽ എളുപ്പം നൽകണേ അല്ലാ. ശോഭനമായ ഭാവി നൽകണേ അല്ലാ. നല്ല ഹൈറായ തൊഴിൽ നൽകണേ അല്ലാ. പഠിക്കുന്ന മക്കൾക്ക് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. കരുണക്കടലായ റബ്ബേ, ഞങ്ങളുടെ തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. കടങ്ങളെല്ലാം ഏറ്റെടുക്കണേ അല്ലാ. പ്രവാസികളുണ്ട്, ഹൈർ നൽകണേ അല്ലാ. മടവൂർ പാപ്പാടെ ബറക്കത്ത് കൊണ്ട് യാ റബ്ബനാ ഞങ്ങളുടെ തൊഴിലുകളിൽ നീ എല്ലാവിധ ബറക്കത്തും നൽകണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാ. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്, വിജയം നൽകണേ അല്ലാ. ലൈസൻസ് എടുക്കാൻ കാത്തു നിൽക്കുന്നവരുണ്ട്, എളുപ്പം നൽകണേ അല്ലാ. അന്യായമായി ജയിലിൽ കഴിയുന്നവരുണ്ട്, മോചനം നൽകണേ അല്ലാ. നീ മോചനം നൽകണേ അല്ലാ. കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, നിന്റെ ഔലിയാക്കളോടുള്ള മഹബത്ത് നൽകണേ അല്ലാ. അവരുടെ എതിർച്ചേരിയിൽപ്പെട്ട് നിന്റെ ശാപം വാങ്ങുന്ന നിന്റെ ശത്രുക്കളാകുന്നവരിൽ പെടുത്തല്ലേ അല്ലാ. നിന്റെ ഔലിയാക്കളോടുള്ള മഹബത്ത് നൽകണേ അല്ലാ. അവരുടെ തർബിയത്ത് നൽകണേ അല്ലാ. അവരുടെ മുരീദാകാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. പടച്ചവനെ, സിഹറുകൾ ഐനുകൾ ബാത്തുലാക്കണേ അല്ലാ. കടക്കണിയിൽപ്പെട്ടവരുണ്ട്, മോചനം നൽകണേ അല്ലാ. സ്ഥലം വിറ്റുപോകാതെ കാത്തിരിക്കുന്നവരുണ്ട്, എളുപ്പമാക്കണേ അല്ലാ. കടം തിരിച്ചു കിട്ടാനുള്ളവരുണ്ട്, നീ കാര്യങ്ങൾ റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട ആരെല്ലാം ഉണ്ടോ, മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, എല്ലാവരുടെയും ഖബർ നീ വെളിച്ചമാക്കണേ അല്ലാ. ശൈഖുനാന്റെ കാവലേകണേ അല്ലാ. എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല, ഈമാൻ സലാമത്താക്കണേ അല്ലാ. മടവൂരോടൊപ്പം നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തണലിലായി നീ ഒരുമിപ്പിക്കണേ അല്ലാ. പരിശുദ്ധ ഉംറക്ക് പോകാൻ, ഹജ്ജിന് പോകാൻ തയ്യാറെടുക്കുന്നവരുണ്ട്, യാത്രയെല്ലാം എളുപ്പമാക്കണേ അല്ലാ. സ്വീകരിക്കപ്പെടുന്ന അമലാക്കണേ അല്ലാ. നാളെ നിന്റെ ഹബീബിന്റെ തണലിലായി നിന്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണേ അല്ലാ. ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരിലേക്ക് ഹദിയയായി മഹാനവർഗരുടെ പേരിൽ ഒരുപാട് ഹദിയകൾ ചെയ്തവരുണ്ട്, സഹായങ്ങൾ ചെയ്തവരുണ്ട്. നീ ഏറ്റെടുക്കണേ അല്ലാ. പ്രയാസങ്ങൾ നീക്കണേ അല്ലാ. സന്തോഷം നൽകണേ അല്ലാ. അപകടങ്ങളിൽ നിന്ന് മുക്തി നൽകണേ അല്ലാ. മനസ്സിലുള്ള മുറാദുകളെല്ലാം നീ ഹാസിലാക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക يا أرحم الراحمين. والحمد لله رب العالمين بحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. والسلام عليكم ورحمة الله وبركاته.